ജല്ലിക്കെട്ടിനായുള്ള ബിൽ തമിഴ്നാട് നിയമസഭ പാസാക്കിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിൽ നടന്നുവന്ന ജല്ലിക്കെട്ട് സമരം പിൻവലിച്ചു. ചെന്നൈ മറീന ബീച്ച് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും സമരാനുകൂലികൾ പിരിഞ്ഞു പോവുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നടന്നുവന്ന പ്രക്ഷോഭങ്ങൾ പിൻവലിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ജല്ലിക്കെട്ടിനായി നിയമം പാസാക്കിയതോടെയാണ് ഒരാഴ്ച നീണ്ട സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തയ്യാറായത്. മുഖ്യമന്ത്രി പനീർശെൽവം അവതരിപ്പിച്ച ബിൽ നിയമസഭ ഏകകണ്ഠമായി പാസാക്കുകയായിരുന്നു. സർക്കാരിന്റെ അനുമതിയോടെ തമിഴ്നാട്ടിൽ എവിടെയും ജല്ലിക്കെട്ട് നടത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. ഇതിനായി മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയുന്ന കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് തമിഴ്നാട് നിയമം പാസാക്കിയത്. പട്ടികയിൽ നിന്ന് ജല്ലിക്കെട്ടിനായുള്ള മൃഗങ്ങളെ ഒഴിവാക്കുന്നതാണ് തമിഴ്നാടിന്റെ നിയമം. ഓർഡിനൻസിന് പകരം സ്ഥിരം നിയമം വേണമെന്ന ആവശ്യത്തിൽ സമരക്കാർ ഉറച്ചുനിന്നതോടെയാണ് തമിഴ്നാട് സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തി ബിൽ പാസാക്കിയത്. ഇതോടെ മറീന ബീച്ചിൽ നിന്ന് സമരക്കാർ പിരിഞ്ഞുപോവുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ജല്ലിക്കെട്ടിനിടെ പരിക്കേറ്റ ഒരാൾ കൂടി ഇന്ന് മരണമടഞ്ഞു. സമരം അവസാനിച്ചെങ്കിലും സർക്കാർ നീക്കത്തിനെതിരെ മൃഗസ്നേഹികൾ വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്. കണ്ണൂരിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം വീണ്ടും വിളിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ കേന്ദ്രം ഇടപെടുമെന്ന BJP പ്രസ്താവനയെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. ഭീഷണി ഏശാത്തവരോട് അത് പറയേണ്ടെന്നും മുഖ്യമന്ത്രി BJPയെ ഓർമ്മിപ്പിച്ചു. RSS ആക്രമണത്തിൽ പ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ RSS ആദ്യം വേണ്ടത് ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകലാണ്. സംസ്ഥാന ഗവൺമെൻറ് ഏതു തരത്തിലുള്ള ആക്രമണത്തെയും പ്രോത്സാഹിപ്പിക്കാൻ സമീപനം സ്വീകരിക്കില്ല. ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി തന്നെ ഒന്നുകൂടി യോഗം വിളിക്കാൻ ആലോചിക്കുന്നുമുണ്ട്. കണ്ണൂർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം ഇടപെടുമെന്ന BJP പ്രസ്താവനയോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: ഭീഷണി ഏശുന്നവരെടുത്ത് അത് ലേശം ഫലം ചെയ്യും. ഇത് അതൊന്നും മറ്റാളുകളെടുത്ത് പ്രയോഗിച്ചിട്ട് കാര്യമില്ല. ഈ ഭീഷണി ഏശാത്തവരെടുത്ത് പ്രയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കാലം മാറിയല്ലോ. 59 അവിടുത്തെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതാണല്ലോ. അതിനുശേഷം രാജ്യത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള ഒരു പ്രതികരണമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ. കണ്ണൂർ സംഘർഷത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉയർത്തിയ വിമർശനത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ വിലയിരുത്തി: അത് അക്രമ സംഭവത്തെ വിലയിരുത്തുന്നതാണല്ലോ. അതൊരു കേസിനകത്ത് പ്രതികളായി വരുന്നവരെ കണ്ടുകൊണ്ടുള്ളൊരു വിലയിരുത്തലായിരിക്കും അത്. പോലീസ് മടലുകൾക്ക് കൃത്യസമയത്ത് തന്നെ കേരളം പേരുകൾ കൈമാറി. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് വീഴ്ച വന്നുവെന്ന വാർത്ത ശരിയല്ല. കേന്ദ്രത്തിനാണ് വീഴ്ച പറ്റിയതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൽക്കരി അഴിമതി കേസിൽ മുൻ CBI ഡയറക്ടർ രഞ്ജിത്ത് സിൻഹയ്ക്കെതിരെ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവ്. കേസ് അന്വേഷണത്തിൽ സിൻഹ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. സിൻഹ കേസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞതായുള്ള പ്രത്യേക സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് സുപ്രീം കോടതി നടപടി. ജസ്റ്റിസ് MB ലോകൂർ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കഴിഞ്ഞ ജൂലൈ 12-നാണ് മുൻ CBI ഉദ്യോഗസ്ഥനായ ML ശർമ്മ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിക്ക് കൈമാറിയിരുന്നത്. രാജ്യത്തെ അഭിഭാഷകരിൽ പകുതിയും വ്യാജന്മാരെന്ന് ബാർ കൗൺസിൽ മേധാവി മരൺ കുമാർ മിശ്ര. കോടതിയിൽ എത്തുന്നവരുടെ യോഗ്യത പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം അഭിഭാഷകരുടെ കൈവശമുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാജ അഭിഭാഷകരുടെ എണ്ണം പെരുകുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ബാർ കൗൺസിൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചത്. 2 വർഷത്തിലധികമായ പരിശോധനകൾക്കൊടുവിലാണ് രാജ്യത്താകെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരിൽ 45% പേർ വ്യാജന്മാരാണെന്നാണ് ബാർ കൗൺസിലിന്റെ കണ്ടെത്തൽ. 2012-ലെ കണക്കനുസരിച്ച് രാജ്യത്തെ വിവിധ ബാർ കൗൺസിലുകൾക്ക് കീഴിലായി 14 ലക്ഷം അഭിഭാഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാർ കൗൺസിൽ പരിശോധന ആരംഭിച്ചതിനു ശേഷം രജിസ്റ്റർ ചെയ്ത അഭിഭാഷകരുടെ എണ്ണം 6.5 ലക്ഷമായി കുറഞ്ഞു. വ്യാജ നിയമബിരുദമുള്ളവരും ഒരു ബിരുദം പോലും ഇല്ലാത്തവരും അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നുവെന്നും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ കുമാർ മിശ്ര വ്യക്തമാക്കി. പല വ്യാജന്മാരും കോടതികളിലെ സജീവ അഭിഭാഷകരാണെന്നും ബാർ കൗൺസിൽ ചെയർമാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരം വ്യാജന്മാരെ കണ്ടെത്താൻ ശക്തമായ നടപടികൾ തന്നെ ബാർ കൗൺസിൽ ആരംഭിച്ചു. കീഴ്ക്കോടതി തലം മുതൽ സൂക്ഷ്മ പരിശോധനകൾ നടത്താൻ ബാർ കൗൺസിൽ തീരുമാനവുമെടുത്തു. നിയമബിരുദം ലഭിച്ച് അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നു വരുന്നവർക്ക് പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതികൾക്കും കൗൺസിൽ രൂപം നൽകിയിട്ടുണ്ട്. വ്യാജ അഭിഭാഷകരുടെ എണ്ണപ്പെരുക്കം നിയമ സംവിധാനത്തിന്റെ വിശ്വാസ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്.
തിരുവനന്തപുരം ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ പരാതികളിലാണ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. അക്കാദമിയിലെ സമരം സംബന്ധിച്ച് ലക്ഷ്മി നായരോടും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോടും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ പി മോഹൻദാസ് വിശദീകരണവും ആവശ്യപ്പെട്ടു. അക്കാദമിയിൽ പിന്നാക്ക വിഭാഗക്കാരായ വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിക്കുന്നു, ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങി നിരവധി പരാതികളാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് കമ്മീഷൻ പിന്നീട് അറിയിച്ചു. സമരം ആരംഭിച്ചിട്ട് 2 ആഴ്ചയായിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകാത്തത് കോളേജ് അധികൃതരുടെ പിടിവാശി കാരണമാണെന്നും കമ്മീഷൻ വിലയിരുത്തി. പ്രക്ഷോഭങ്ങൾക്കിടെ കേരള സർവകലാശാലയുടെ ഉപസമിതി കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തി. നിഷ്പക്ഷവും നീതിപൂർവവുമായ തെളിവെടുപ്പ് നടത്തുമെന്നും വിദ്യാർത്ഥികൾക്ക് ഇമെയിലിലൂടെ സർവകലാശാലയെ പരാതി അറിയിക്കാമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാണ് ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഉപസമിതി കോളേജിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചത്. അഫിലിയേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഡോക്ടർ പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് തെളിവെടുക്കാനെത്തിയത്. സമരത്തിനെത്തിയ വിദ്യാർത്ഥികൾ കോളേജിലെ വിവിധ പ്രശ്നങ്ങൾ സമിതി അംഗങ്ങൾക്ക് മുമ്പാകെ നിരത്തി. പരാതി നൽകാൻ നേരിൽ കഴിയാത്തവർക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകാമെന്നും നിഷ്പക്ഷവും നീതിപൂർവവുമായി തെളിവെടുപ്പ് നടത്തുമെന്നും സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പരാതികൾ കേട്ടിട്ട് ആ പരാതികളിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്, എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളിത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് എപ്പോൾ എങ്ങനെ വരുന്ന പരാതികളെ ഞങ്ങൾക്ക് സ്വീകരിക്കാം. നേരിട്ട് വരുന്നത് ഫിസിക്കലി കുട്ടികൾ ഒരുപാട് പേര് തന്നതുകൊണ്ട് നേരിട്ട് അവരെ കേൾക്കാൻ വരുന്നു എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പും സാധ്യമല്ലെന്ന് കോളേജ് ഡയറക്ടറായ കുലിയക്കോട് നാരായണൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചർച്ചയ്ക്ക് 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. രാജിവെച്ചെങ്കിലും വരുള്ളൂ പറഞ്ഞ് അവിടെ എത്തിയാലേ പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാണ് ഒരു പ്രധാന ആവശ്യം. പ്രിൻസിപ്പലിനെ മാറ്റം ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പ്രിൻസിപ്പലിനെ മാറ്റാനായിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൂടെ മാറ്റിയിട്ടുണ്ടാ. പിന്നെ കരുതിക്കുട്ടിയുള്ള പിന്നീട് കൊണ്ടുവന്നല്ലേ ഇതൊക്കെ, ഇതൊന്നുമില്ലായിരുന്നല്ലോ മുമ്പേ. മാനേജ്മെന്റും വിദ്യാർത്ഥികളും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് ഉപസമിതി തെളിവെടുക്കാൻ കോളേജിലെത്തിയത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തി. എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും സമരപന്തൽ അദ്ദേഹം സന്ദർശിച്ചു. കോളേജിന് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി വിധി ഉള്ളതിനാൽ കനത്ത പോലീസ് കാവൽ കോളേജിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ മാനേജ്മെന്റിനെതിരെ AK ആന്റണി. ചില സ്വാശ്രയ മാനേജ്മെന്റുകൾ പിടിച്ചുപറി നടത്തുന്നുവെന്നും സ്വാശ്രയ എയ്ഡഡ് മേഖല വിജിലൻസ് നിരീക്ഷിക്കണമെന്നും AK ആന്റണി കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. പ്രവർത്തിക്കുന്ന കാലഘട്ടത്തേക്കാൾ ഇന്ന് വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണ്. തനി കച്ചവട മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുക. തനി കച്ചവടം സ്വാശ്രയ മേഖലയായാലും കൊള്ളാം, എയ്ഡഡ് മേഖലയായാലും കൊള്ളാം, അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഴിമതി വിരുദ്ധ പ്രവർത്തനം ആരംഭിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ. വാർത്തകളിലേക്ക്. കേരളത്തിനുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതിന് കാരണം ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിലെ അപാകത മൂലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി KV തോമസിനും UDF സർക്കാരിനും വീഴ്ച പറ്റിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. ധാന്യവിഹിതം പുനഃസ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി. കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കുന്ന കാര്യം ഈ ബജറ്റിൽ പരിഗണിക്കുമെന്നും കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. 2013 ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വന്നതോടെയാണ് സംസ്ഥാനത്തിനുള്ള അരിവിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. 16 ലക്ഷം മെട്രിക് ടൺ അരി കിട്ടിയിടത്ത് ഇപ്പോൾ നൽകുന്നത് 14 ലക്ഷം മെട്രിക് ടൺ അരി മാത്രമാണ്. ഇതോടെ പ്രതിസന്ധിയിലായ റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. 20 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തിനുള്ള ധാന്യവിഹിതത്തിലെ കുറവ് ഉടൻ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ നമ്മൾ ഉന്നയിച്ചത്. ഈ ആവശ്യം പരിഗണിക്കാമെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തിനുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കാൻ കാരണം ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതിലെ അപാകത മൂലമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി KV തോമസിനും UDF സർക്കാരിനും വൻ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെൻറ് സംസ്ഥാനത്ത് അധികാരത്തിൽ, കേന്ദ്രത്തിൽ UPA ഗവൺമെൻറ്
അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കേരളത്തിന് എയിംസിനുള്ള സ്ഥലം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഇതിനുള്ള തുടർ പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി മെട്രോ ആദ്യഘട്ടം മാർച്ചിൽ കമ്മീഷൻ ചെയ്യും. ആലുവ മുതൽ പാലാരിവട്ടം വരെ ആണ് മാർച്ച് അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുക. DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ ട്രാക്ക് പരിശോധനയും നടത്തി. നിർമ്മാണ പുരോഗതിയിൽ അദ്ദേഹം സംതൃപ്തിയും രേഖപ്പെടുത്തി. ആലുവ മുതൽ പാലാരിവട്ടം വരെ 14 കിലോമീറ്ററാണ് മെട്രോ ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ഇവയ്ക്കിടയിലുള്ള 12 സ്റ്റേഷനുകളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 3 കോച്ചുകളുള്ള 9 ട്രെയിനുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. 20 മിനിറ്റ് കൊണ്ട് ആലുവയിൽ നിന്നും പാലാരിവട്ടത്ത് എത്താൻ കഴിയുന്ന തരത്തിലാണ് മെട്രോ ഓടുക. സർവീസിന് മുന്നോടിയായുള്ള ട്രയൽ റൺ മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. ഇതിനിടെ ആദ്യഘട്ട സുരക്ഷാ പരിശോധനയും നടന്നിരുന്നു. മാർച്ചിൽ സർവീസിന് തയ്യാറാകുന്ന 9 ട്രെയിനുകളും 2000 കിലോമീറ്റർ ദൂരം ട്രയൽ റൺ പൂർത്തിയാക്കണമെന്നതാണ് ചട്ടം. മാർച്ച് അവസാനത്തോടെ ട്രയൽ റണ്ണുകളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കി ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാനാവുമെന്നാണ് DMRC പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ മഹാരാജാസ് കോളേജ് വരെയും പിന്നീട് പേട്ട വരെയും മെട്രോ സർവീസ് നടത്തും. മെട്രോ പൂർണ്ണ സജ്ജമാകുന്നതോടെ 25.612 കിലോമീറ്ററിൽ 5 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് നടത്താനായി 25 ട്രെയിനുകൾ കൊച്ചിയിലെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നാളെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് സൂചനാ പണിമുടക്ക്. സ്വകാര്യ ബസ് പെർമിറ്റുകൾ നിലനിർത്തുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനം. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന് നേരെ ആക്രമണം. സ്മാരകത്തിന്റെ മതിലുകൾ തകർത്തു. സംഭവത്തിന് പിന്നിൽ RSS എന്ന് CPIM. മന്ത്രി E. ചന്ദ്രശേഖരൻ സംഭവസ്ഥലം സന്ദർശിച്ചു. വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. വയലാറിലെ രക്തസാക്ഷി സ്തൂപത്തിലും അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ രക്തസാക്ഷി സ്മാരകത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് ഇരുട്ടിൻ്റെ മറവിൽ കടന്നാക്രമണം നടത്താൻ നടത്തിയ ഒരു ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. എന്തായാലും ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം നിലപാട് സ്വീകരിച്ച സാമൂഹ്യ ദ്രോഹികളെ കണ്ടെത്താനും അവരെ ശക്തമായ രീതിയിൽ നേരിടുന്നതിനും ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനാവശ്യമായ എല്ലാ വിധത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് പറയാനുള്ളത്. വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ പ്രവർത്തകർ നിൽക്കേണ്ട സന്ദർഭമാണിത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇരുട്ടിൻ്റെ മറവിൽ നടന്നൊരു സംഭവം എന്ന നിലയിൽ അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മമതാ സർക്കാരിനെതിരെ കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ CPIML നേതാവ് KN രാമചന്ദ്രനെ കാണാനില്ലെന്ന് പരാതി. സമരത്തിൽ പങ്കെടുക്കാൻ ഇന്ന് രാവിലെ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ശേഷമാണ് KN രാമചന്ദ്രനെ കാണാതായത്. അതേസമയം മമതാ സർക്കാരിന്റെ പോലീസ് രാമചന്ദ്രനെ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് CPIML കേന്ദ്ര കമ്മിറ്റി ആരോപിച്ചു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നും CPIML കേന്ദ്ര കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. സീറ്റ് തർക്കങ്ങൾക്ക് വിട. ഉത്തർപ്രദേശിൽ സഖ്യമായി മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പ്രഖ്യാപിച്ചു. സമാജ്വാദി പാർട്ടി 298 സീറ്റുകളിലും കോൺഗ്രസ് 105 സീറ്റുകളിലുമാണ് മത്സരിക്കുക. കുറഞ്ഞത് 125 സീറ്റുകൾ എന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പരമാവധി 100 സീറ്റുകൾ മതിയെന്ന് കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടെയാണ് സഖ്യചർച്ചകൾ ഫലം കണ്ടത്. അന്തിമ ധാരണയനുസരിച്ച് സമാജ്വാദി പാർട്ടി 298 സീറ്റുകളിലും കോൺഗ്രസ് 105 സീറ്റുകളിലും മത്സരിക്കും. അമേഠി, റായ്ബറേലി അടക്കമുള്ള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിലും സമാജ്വാദി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. 125 സീറ്റുകളില്ലെങ്കിൽ സഖ്യത്തിനില്ലെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സമ്മർദ്ദമുയർത്തിയെങ്കിലും സഖ്യത്തിനെങ്കിൽ 99 സീറ്റ് അല്ലെങ്കിൽ പോരാട്ടം ഒറ്റയ്ക്ക് എന്ന് അഖിലേഷ് വ്യക്തമായ സന്ദേശമാണ് മറുപടിയായി നൽകിയത്. ഇതോടെയാണ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് കോൺഗ്രസ് അധ്യക്ഷ വിട്ടുവീഴ്ചയ്ക്ക് നിർദ്ദേശം നൽകിയത്. അതിനിടയിൽ സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രിക അഖിലേഷ് യാദവ് പുറത്തിറക്കി. ചടങ്ങിനിടയിൽ മുലായം സിംഗ് യാദവിന്റെയും ശിവപാൽ യാദവിന്റെയും അസാന്നിധ്യം ശ്രദ്ധേയമായി. ഒറ്റയ്ക്ക് മത്സരിച്ച് സാഹസത്തിന് മുതിരേണ്ടെന്ന കോൺഗ്രസ് തീരുമാനത്തിനൊടുവിലാണ് 105 സീറ്റുകളിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അത്യന്താധുനിക സംവിധാനങ്ങളോടെ ബംഗളൂരുവിൽ പുതിയ ഹൃദയ പരിചരണ കേന്ദ്രം ഹാർട്ട് സെന്ററിന് തുടക്കമായി. ഭരത് മമ്മൂട്ടി ഹാർട്ട് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ബാംഗ്ലൂരിലെ ഹൃദയ പരിചരണ കേന്ദ്രമായ ഹാർട്ട് സെന്റർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. നടൻ ദുൽഖർ സൽമാൻ, MLA NA ഹാരിസ്, ഹാർട്ട് സെന്റർ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് റഹാൻ സെയ്ദ്
എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. This is his first independent hospital. So he came to know you need only very little opening to do your bypass surgery and all that. Small keyhole surgery of heart. He is an expert in that, I think. And this hospital is also initiated by that charity organization. ബാംഗ്ലൂരിലെ കനിങ്ങാം റോഡിലുള്ള ഹാർട്ട് സെന്ററിൽ 50 കിടക്കുകളും 3 ഓപ്പറേഷൻ തിയേറ്ററുകളും 12 തീവ്ര പരിചരണ വിഭാഗങ്ങളുമുണ്ട്. മിനിമൽ ആക്സൈസ് കാർഡിയാക് സർജറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ ശരീരഭാഗം തുറന്ന് ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹൃദയ പരിചരണ കേന്ദ്രമാണ് ഹാർട്ട് സെന്റർ. വിദ്യാഭ്യാസ വൈദ്യസേവന രംഗത്ത് ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന വാസ് ഫൗണ്ടേഷനാണ് ഹാർട്ട് സെന്ററിന് നേതൃത്വം നൽകുന്നത്. The WAS Foundation is a short form for Wahid Ahmed Saeed Foundation. It's a 10-year-old foundation, started on the name of my father. The foundation's main initiatives are education and healthcare. In the last 10 years, the foundation has been responsible for taking 500 families off the streets completely. ന്യൂസ് ബ്യൂറോ, ബാംഗ്ലൂർ. വെള്ളിത്തിരയിലെ സൂപ്പർ കോമ്പിനേഷൻ മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും വീണ്ടും ഒന്നിച്ചു. മോഹൻലാലിന്റെ വെബ്സൈറ്റിന്റെ പുതിയ പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് താരസംഗമത്തിന് വേദിയായത്. നടൻ മോഹൻലാലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ദ കംപ്ലീറ്റ് ആക്ടറിന്റെ നവീകരിച്ച പതിപ്പിന്റെ ലോഞ്ചിംഗ് വേളയാണ് വെള്ളിത്തിരയിലെ ഹിറ്റ് കൂട്ടുകെട്ടിന്റെ പുനഃസമാഗമത്തിന് വേദിയായത്. തന്റെ പ്രിയ കൂട്ടുകാരന്റെ വെബ്സൈറ്റിന്റെ റീലോഞ്ച് ജഗദീഷ് ശ്രീകുമാർ നിർവഹിച്ചു. തന്റെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടന്റെ സാന്നിധ്യം സന്തോഷം നൽകുന്നുവെന്ന് മോഹൻലാൽ. ഈ അവസരത്തിലെ ഏറ്റവും വലിയ സന്തോഷം അമ്പിളിച്ചേട്ടൻ സാവധാനം ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതാണ്. മാത്രമല്ല, വ്യക്തിപരമായും സിനിമയിലൂടെയും വർഷങ്ങളോളം ഞാനും അമ്പിളിച്ചേട്ടനും പരസ്പരം പങ്കുവച്ച മനോഹരവും രസകരവും ഊഷ്മളവുമായ സന്ദർഭങ്ങൾ ഓർക്കുവാൻ കൂടിയുള്ള അവസരമായി ഞാനിതിനെ കരുതുന്നു. 2009 ജഗദീഷ് ശ്രീകുമാറാണ് ദ കംപ്ലീറ്റ് ആക്ടർ .comന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചിരുന്നത്. ഏറെക്കാലത്തിനു ശേഷം മലയാളത്തിന്റെ ഇഷ്ടതാരങ്ങൾ ഒരുമിച്ചപ്പോൾ സാക്ഷിയാവാൻ ഇരുവരുടെയും സുഹൃത്തുക്കളും എത്തിയിരുന്നു. തലസ്ഥാനത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ലാൽ ജഗതി ചിത്രങ്ങളിലെ പാട്ടുകൾ കോർത്തിണക്കി വയലിനിസ്റ്റ് ബാലഭാസ്കറും വേദിയിലെത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ഇന്ത്യയിലെ എല്ലാ നൃത്ത അനുഷ്ഠാന കലാരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന മ്യൂസിയമാണ് ഗുരു ഗോപിനാഥ് കലാഗ്രാമത്തിൻ്റേത്. തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഉടമസ്ഥയിലുള്ള ഈ മ്യൂസിയം വൈവിധ്യപൂർണമായ കലാരൂപങ്ങളുടെ സംഗമവേദി കൂടിയാണ്. 100 കണക്കിന് കലാരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്ര വലിയ മ്യൂസിയം ഇവിടെ ഉണ്ടെന്ന് പ്രദേശവാസികൾക്ക് പോലും അറിയില്ലെന്നതാണ് സത്യം. ആ റിപ്പോർട്ടിലേക്ക് എത്താം. മറ്റു വാർത്തയിലേക്ക് പോയതിനു ശേഷം സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന റോഡ് സുരക്ഷാ പദ്ധതിയായ ശുഭയാത്രയുടെ ഭാഗമായ സോഫ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനും പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ കൂടിയായ നടൻ മോഹൻലാൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ബഹ്റിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന VKL അൽ നമാൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നിവയുടെ ചെയർമാൻ ഡോക്ടർ വർഗീസ് കുര്യനെ ശ്രീലങ്കൻ സർക്കാരിന്റെ വിനോദസഞ്ചാര വികസന ക്രിസ്ത്യൻ മതകാര്യ വകുപ്പിന്റെ ഉപദേഷ്ടാവായി നിയമിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ശ്രീലങ്കൻ ടൂറിസം ഡെവലപ്മെന്റ് ആൻഡ് ക്രിസ്ത്യൻ റിലീജിയസ് അഫയേഴ്സ് വകുപ്പ് ഡെപ്യൂട്ടി മന്ത്രി അരുന്ധിക ഫെർണാണ്ടോ വർഗീസ് കുര്യന് കൈമാറി. പ്രവാസി ഭാരതീയ സമ്മാൻ അടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് വർഗീസ് കുര്യൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയായ വെൽത്ത് മാനേജ്മെന്റ് സർവീസസ് പ്രവർത്തനം ആരംഭിച്ചു. SBT എറണാകുളം ശാഖയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജനറൽ മാനേജർ S. വെങ്കിട്ടരാമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനറൽ മാനേജർ അലോക് കുമാർ ശർമ്മ, ഡെപ്യൂട്ടി ജനറൽ മാനേജറായ ജോയി ആര്യക്കര, MD വിൻസെന്റ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ മാനേജ്മെന്റ് ഉപഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായാണ് ബാങ്ക് പുതിയ പദ്ധതി നടപ്പാക്കുന്നത്.